Hi everyone, welcome to MJ's Learning Spot. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഫിസിക്സിൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഇപ്പം +1 ഫിസിക്സിനകത്ത് എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കാനുണ്ടെന്നുള്ളതാണ് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് +1നകത്ത് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് ഈ 15 ചാപ്റ്റേഴ്സ്. അതിലിപ്പം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേൾഡ് ആണ്. അതിൽ മെയിനായിട്ട് എന്താണ് ഫിസിക്സ് എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരികയാണ്. അതേപോലെ തന്നെ അതിനകത്ത് സാധാരണയായിട്ട് കണ്ടുവന്നത് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ പറ്റിയ ചോദ്യങ്ങൾ അധികം ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പം അത്ര ഒരു അധികം പോർഷൻസ് അതിനകത്ത് കവർ ചെയ്യാനില്ല, ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ നൽകാനേ ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന അതിൻ്റെ യൂണിറ്റ്സും അതെങ്ങനെ മെഷർ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും പിന്നെ മെയിനായിട്ട് അതിനകത്ത് വരുന്നൊരു പോർഷനാണ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, ഫോർത്ത് മോഷൻ ഇൻ എ പ്ലെയിൻ. ഇതിനകത്ത് സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ലൈൻ മോഷനകത്ത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ആക്സലറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ ഡീൽ ചെയ്യുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഒരു പ്ലാനാർ മോഷനിൽ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, അതേപോലെ തന്നെ അതിനകത്ത് ഉള്ള ഒരു സംഭവമാണ് വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ വെക്ടേഴ്സ് ആൻഡ് സ്കേലാസിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പോലുള്ള സംഭവങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പം ലോസ് ഓഫ് മോഷൻ. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ന്യൂട്ടൺസ് 3 ലോ ഓഫ് മോഷൻ ഉണ്ട്, അതാണ് അതിനകത്ത് മെയിൻ വരുന്നത്. പിന്നെ കുറച്ച് ടോപ്പിക്സും കൂടെ വരും. സിക്സ്ത് എന്ന് പറഞ്ഞാൽ വർക്ക് എനർജി പവറിനകത്ത് എന്താണ് എനർജി, ടൈപ്പ് ഓഫ് എനർജി, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പോലെ, പിന്നെ എന്താണ് വർക്ക്, എന്താണ് പവർ, അതിൻ്റെ രീതിയിലുള്ള പ്രോബ്ലംസും അതും എന്താണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ പ്ലെയിൻസിൻ്റെ സംഭവങ്ങളെല്ലാം ഈ റൊട്ടേഷണൽ മോഷനിൽ വരുമ്പം അത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെ വരും എന്നുള്ളതാണ് ആ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. 8th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ, അതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി, സാറ്റലൈറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, 9th and 10th ചാപ്റ്റർ. അപ്പം സോളിഡ്സിനകത്താണെങ്കിൽ സോളിഡ്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ലൈക്ക് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി, അതിനകത്ത് വരുന്ന സ്ട്രെസ്, സ്ട്രെയിൻ, അതുപോലെ തന്നെ ഫ്ലൂയിഡ്സിനകത്ത് വരുന്ന വിസ്കോസിറ്റി പോലുള്ള പ്രഷർ, അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ 9th and 10th ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് 11th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതെന്ന് പറഞ്ഞാൽ ഓരോ പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് മാറ്ററിൻ്റെ തെർമൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി, അതായത് അതിൻ്റെ ടെമ്പറേച്ചർ, ഹീറ്റ് എക്സ്ചേഞ്ച്, അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ഡീൽ ചെയ്യുന്നത്. അപ്പം 12th ചാപ്റ്റർ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെമ്പറേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, അതിൻ്റെ തെർമൽ ലോസ്, തെർമോഡൈനാമിക് ലോ, പിന്നെ ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ 12th ചാപ്റ്ററിലുള്ളത്. പിന്നെ നമ്മൾ വരുന്നത് 13th ചാപ്റ്റർ കൈനറ്റിക് തിയറി. അതിനകത്ത് മെയിനായിട്ട് ഗ്യാസസിൻ്റെ മോഷൻ, ഗ്യാസ് ലോസ് ഒക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് ഐഡിയൽ ഗ്യാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈനറ്റിക് തിയറി നമ്മൾ നോക്കുന്നുണ്ട്. 14th വൺ ഓസിലേഷൻസ്. മെയിനായിട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിൻ്റെ സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഡാംഡ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. ഫൈനൽ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വേവ്സ്. 2 ടൈപ്പ് വേവ്സ് ഉണ്ട്. 2 ടൈപ്സ് വേവ്സും അതിൻ്റെ സൂപ്പർ പൊസിഷൻ, അതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ 15th ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ +1 ഫിസിക്സിൻ്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡിലേക്ക് കടക്കും. കാരണം കമ്പാരിറ്റീവ്ലി ഏറ്റവും ചെറിയ ഒരു ചാപ്റ്ററാണ്, കാരണം അധികം കാര്യങ്ങൾ ഇതിനകത്ത് ഇല്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരെ നോക്കുകയാണെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ എന്താണ് ടേം ഫിസിക്സ് എന്നുള്ളൊരു ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയണം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഫിസിക്സ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദി മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് ഫിനോമിന. അതായത് നമ്മുടെ നേച്ചറിൽ ഉണ്ടാകുന്ന ബേസിക് ആയിട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, അത് ചില പാറ്റേൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കാം, ഒരേപോലെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതായിരിക്കാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്, അത് നമുക്ക് എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ് ഫിസിക്സ് എന്നുള്ളൊരു ബ്രാഞ്ച് പറയുന്നത്. ഇപ്പം നമ്മൾ പണ്ട് മുതലേ നോക്കുകയാണെങ്കിൽ ഇപ്പം
എല്ലാ ദിവസവും പെർട്ടിക്കുലർ സമയത്ത് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു. അതുപോലെ തന്നെ റെയിൻബോ നമ്മളൊക്കെ വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. നല്ല 7 കളറിൽ റെയിൻബോ. അങ്ങനെ പ്രകൃതിയിൽ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ പണ്ട് മുതലേ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിൽ എന്നുള്ള രീതിയിലൊരു അത് അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ അന്വേഷിക്കുന്നതും അതിനകത്ത് നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ഇതിന് പിന്നിലുള്ള എന്താണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഫിസിക്സ് എന്ന് പറയാം. അതായത് നാച്ചുറൽ ആയിട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ സയൻറ്റിഫിക് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സയൻറ്റിഫിക് എന്ന് പറയുമ്പം നമ്മൾ ആ സയൻസ് എന്നുള്ളൊരു വേർഡ് ഉണ്ട്, അതൊരു ലാറ്റിൻ വേർഡ്, സയൻറ്റിയ എന്ന് പറഞ്ഞൊരു ലാറ്റിൻ വേർഡ് എന്നാണ് വരുന്നത്. അതിൻ്റെ മീനിങ് തന്നെ ടു നോ, അത് എന്താണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഫിസിക്സ് എന്നിപ്പോൾ പറയുകയാണെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ള സ്കോപ്പാണ്. ഇപ്പം ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങൾ വരെ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു മെക്കാനിക്കൽ ബേസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് കളിക്കുന്ന ചെറിയൊരു ടോയ് കാർ മുതൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന വലിയ വലിയ റോക്കറ്റ് വിക്ഷേപണം അല്ലെങ്കിൽ ഷിപ്പ് വരെ നമുക്ക് ഈ ഫിസിക്സ് എന്നുള്ള ബ്രാഞ്ചിലെ റിസർച്ചുകളൊക്കെ കൊണ്ട് ഡെവലപ്പ് ആവുന്നതാണ്. അതേപോലെ ഇപ്പം നമ്മൾ ഫിസിക്സ് എന്ന് പറയുമ്പം നമുക്ക് 2 ഡൊമെയിൻ ഉണ്ട്. അതായത് ഒന്ന് നമുക്ക് മൈക്രോസ്കോപ്പിക്, മറ്റേന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക്. ഈ 2 രീതിയിലാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്. അതായത് മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറ്റം, മോളിക്യൂൾ, ആ ഒരു ലെവലിൽ ഉള്ള രീതിയിലുള്ള റിസർച്ച് അല്ലെങ്കിൽ ഫൈൻഡിങ്സിനൊക്കെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കുറച്ചും കൂടെ വലിയ സംഭവങ്ങളൊക്കെ, അതായത് ഇപ്പം ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നു, ആ മൂവ്മെൻറ്റിനെ പറ്റിയുള്ള സ്റ്റഡി. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസിനകത്തുള്ള മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും മൈക്രോയിൽ വരുന്നത്. മാക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഇത്. അപ്പോൾ ഈ രണ്ടുമാണ് അതിൻ്റെ മെയിൻ ആയിട്ട് 2 രീതിയിലാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പം മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഫിസിക്സ് അതിൻ്റെ ലോസ് സംഭവങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, മാക്രോസ്കോപ്പിക് ലെവലിലുള്ള ലോസും സംഭവങ്ങളൊക്കെ അതാണ് അതിൻ്റെ 2 ഡൊമൈൻസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ആകെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പം ഇതിനകത്താണ് നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതും വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു വേറെ സ്ഥലത്ത് വെക്കണം, അതിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഈ ബോർഡിൽ എഴുതണം, അതിന് ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓരോ രീതിയിലാകുമ്പോൾ മാറും. അപ്പോൾ നിങ്ങൾക്കൊരു സാധനം ഡീഫോം ചെയ്യണം, നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിന് ഇരിക്കുമ്പോഴാണ് ഡീഫോർമേഷൻ വരുന്നത്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഫിസിക്സിൻ്റെ ആ ഫിസിക്സ് എന്നുള്ള ബ്രാഞ്ചിനകത്ത് നമ്മൾ ഫോഴ്സ് എന്ന് പറയുമ്പം നമ്മൾ എല്ലാ രീതിയിൽ പറയുന്നതിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് സർ ഐസക് ന്യൂട്ടൺ ആണ് ആദ്യമായിട്ട് ഫോഴ്സ് എന്നുള്ളതിനൊരു ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സസ്? നമ്മളിപ്പം പറയാണ് ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഫോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളിപ്പം മസിൽ സ്ട്രെങ്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു സാധനം ചെയ്യണം, അപ്പോൾ അതിന് മസ്കുലർ ഫോഴ്സസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ 2 ബോഡീസ് തമ്മിൽ ഇങ്ങനെ കോൺടാക്ട് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കോൺടാക്ട് ഫോഴ്സസ്, അതായത് 2 റിജിഡ് ബോഡീസ് തമ്മിൽ കോൺടാക്ട് വരുമ്പോൾ. അതുപോലെ ഇപ്പം നിങ്ങളൊരു സാധനം ഒരു സർഫസിൽ കൂടെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിലോ മൂവ് ചെയ്യുകയാണെങ്കിലോ ആ സർഫസ് തമ്മിൽ ഇടയിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. നേരെ മറിച്ച് ഇപ്പം നിങ്ങളൊരു സ്പ്രിങ് അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് റബ്ബർ ബാൻഡൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കിങ്ങനെ റബ്ബർ ബാൻഡൊക്കെ വലിച്ചു വിടുന്ന പരിപാടി ഉണ്ടല്ലോ, അതും അതിനകത്തും ഒരു എലാസ്റ്റിക് ഫോഴ്സ് ഉണ്ട്. സ്പ്രിങ്ങിനകത്താണെങ്കിൽ ആ കംപ്രഷൻ കാരണം ആ കംപ്രസീവ് ഫോഴ്സ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. പക്ഷേ നമ്മൾ അതിനെല്ലാം ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ഫോഴ്സസും നമുക്ക് 4 ബേസിക് ഫോഴ്സസിനകത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഉണ്ട്. ആ ഫണ്ടമെൻ്റൽ ഫോഴ്സസിൻ്റെ കീഴിൽ വരുന്നതായിരിക്കും നമ്മളിപ്പോൾ ഇത്രയും ഡിഫൈൻ ചെയ്ത പല 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 ഫോഴ്സുകൾ. അപ്പോൾ ഏതൊക്കെയാണ് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്.
ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞപ്പം നമുക്കിപ്പോൾ പറയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി പറയുന്നത് എന്താ, നമ്മുടെ എർത്ത് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച് നമ്മളെ പുൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സാധനം ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് താഴോട്ട് പോകണത്. പക്ഷേ അത് മാത്രമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പം നമ്മൾ പുറമേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് മൂൺ അല്ലെങ്കിൽ നമ്മൾ വിട്ട സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ കീപ്പ് ചെയ്യുന്നതും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതിൻ്റെ മോഷനും കാരണമാണ്. പിന്നെ ഈ പ്ലാനറ്റ്സ് എല്ലാം സണ്ണിന് ചുറ്റും തിരിയുന്നത് അതിനകത്ത് അവിടെ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അപ്ലൈ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അപ്ലൈ ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ബോഡി തമ്മിലും ഒരു മാസ്സുള്ള രണ്ട് ബോഡീസ് തമ്മിൽ ഉണ്ടാകുന്ന ഒരു മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സാണ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. അതായത് അത് ആ മാസിനെ കൊണ്ട് ഉണ്ടാകുന്നൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പം നമ്മളിപ്പോൾ എർത്തും നമ്മളും തമ്മിൽ മാത്രമല്ല, ഇപ്പോൾ ഈ രണ്ട് ബോഡി ഞാനിങ്ങനെ വെച്ചു, ഈ രണ്ട് ബോഡി തമ്മിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, പക്ഷേ അത് വളരെ നെഗ്ലിജിബിൾ ആണ്. നമ്മൾ ഈ യൂണിവേഴ്സിൽ പറയുമ്പോൾ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പം നിങ്ങൾ ഓർക്കുമ്പോൾ വിചാരിക്കേണ്ട അത്രയും വലിയ മൂണും അല്ലെങ്കിൽ എർത്ത് സണ്ണൊക്കെ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ഫോഴ്സ് അല്ലേ എന്നുള്ളത്. പക്ഷേ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബോഡിയും ഈ ബോഡിയും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മാസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനകത്ത്. പിന്നെ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. പിന്നെ അത് യൂണിവേഴ്സൽ ഫോഴ്സ് എന്നും പറയാം. അപ്പം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ബോഡിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബോഡിക്ക് മറ്റൊരു ബോഡി കാരണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഏത് ബോഡി തമ്മിലാണെങ്കിലും മ്യൂച്വലായിട്ട് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിപ്പം ഈ ചെറിയ രണ്ട് ബോഡി ആവാം, അല്ലെങ്കിൽ നമ്മൾ സാറ്റലൈറ്റ് ആൻഡ് എർത്ത് ആവാം, എർത്തും നമ്മളും തമ്മിലാവാം, ബിറ്റ്വീൻ പ്ലാനറ്റ്സ് ആൻഡ് പ്ലാനറ്റ്സ് ആവാം. അങ്ങനെ മാസ് ഉള്ള ഏത് ടൈപ്പ് ബോഡീസ് തമ്മിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അതിനകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് വേണം. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തമ്മിലൊരു ഡിഫറൻസ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മാസുള്ള ഏത് രണ്ട് ഒബ്ജക്റ്റ് തമ്മിലും ഫോഴ്സ് ഉണ്ടാകും. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. എന്ത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഒരു പ്രോട്ടോണും ഇലക്ട്രോണും, ഒരു ആറ്റത്തിൻ്റെ ബേസ് ആയിട്ടുള്ള പ്രോട്ടോണും ഇലക്ട്രോണും എടുക്കുകയാണെങ്കിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആണ്, അതേപോലെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ അതേപോലെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റും ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള സംഭവം തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, അത് തമ്മിൽ അതിനിടയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്താണെങ്കിൽ ഇപ്പം ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് ചാർജസ് അറ്റ് റെസ്റ്റും ഉണ്ടാവും, ചാർജസ് അറ്റ് മോഷനും ഉണ്ടാവും. അപ്പോൾ ചാർജസ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ അവിടെ കൂളംസ് ലോ ആണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, ഫോഴ്സാണ്. അപ്പം റെസ്റ്റിലുള്ളതാണെങ്കിൽ ലൈക്ക് ചാർജസ് റിപ്പിൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. അതായത് ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ഇങ്ങനത്തെ രണ്ട് സെയിം ചാർജ് ആണെങ്കിൽ അത് തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഒന്ന് റിപ്പൽ ചെയ്ത് പോകാനുള്ള ഫോഴ്സ് ആയിരിക്കും. അതേപോലെ അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ അത് തമ്മിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും. അതായത് രണ്ടും തമ്മിൽ അട്രാക്ട് ചെയ്യും. സെയിം ചാർജ് ആണെങ്കിൽ രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. അതാണ് ചാർജസ് അറ്റ് റെസ്റ്റ് കൂളംസിൽ പറയുന്നത്. ഇനി ചാർജസ് അറ്റ് മോഷൻ ആണെങ്കിൽ
ഈ ചാർജ് മൂവ് ചെയ്യുന്ന കാരണം കൊണ്ട്, ആ മൂവ്മെൻറ്റ് കൊണ്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫോഴ്സാണ് അവിടെ ചാർജസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക്കൽ ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും രണ്ടും തമ്മിൽ നമുക്കങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. കാരണം ഒരു ഫോഴ്സ് കാരണം മറ്റേ ഫോഴ്സ് ഉണ്ടാവും. ഇപ്പം ഈ ഒരു കേസ് കാണണമെങ്കിൽ ഇലക്ട്രിക്കൽ ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് വരുന്നത്. അതേ സമയം ആ ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അത് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ആ രണ്ട് ഇത്. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവും ഉണ്ടാവും, റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടാവും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ മാസ് കാരണം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് മാസ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് പോസിറ്റീവ് മാസും നെഗറ്റീവ് മാസ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് മാസ്സാണ്. പക്ഷെ ചാർജിൻ്റെ കേസിൽ അങ്ങനെയല്ല. ചാർജ് നമുക്ക് പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അതുകൊണ്ട് അവിടെ രണ്ട് ടൈപ്പ് ഫോഴ്സസ് ഉണ്ടാകും, അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും. പക്ഷേ മാസിൻ്റെ കാര്യത്തിലായതുകൊണ്ട് യൂണി ഡയറക്ഷനാണ്, അത് ഓൾവേസ് അട്രാക്റ്റീവ്. ഇത് ഒന്നെങ്കിൽ അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ റിപ്പൾസീവ് ആയിരിക്കും, അത് ബേസ്ഡ് ഓൺ ചാർജ്. അപ്പം നമുക്ക് ഈ ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ കേട്ടിട്ടില്ല. അപ്പോൾ അതിനാ പെർട്ടിക്കുലർ സ്ട്രക്ചർ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് കാരണമാണ്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതിനകത്ത് പ്രോട്ടോൺ ന്യൂട്രോണും പുറത്ത് ഓർബിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണും. അപ്പോൾ ആ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജും പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അത് ചാർജ് പാർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ട്, ആ ഫോഴ്സ് കാരണമാണല്ലോ ആ ആറ്റത്തിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് വരുന്നത്. അതേപോലെ മോളിക്യൂൾസ് ഉണ്ടാകുന്നത് രണ്ട് തമ്മിൽ ജോയിൻ ചെയ്യുന്നതും ഈ ചാർജസ് തമ്മിലുള്ള അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷൻ കാരണമൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ആറ്റം ഇതിൻ്റെ ഷേപ്പ് നൽകുന്നത്, അതുപോലെ തന്നെ ഓരോ മാറ്ററിനുള്ള പ്രോപ്പർട്ടീസ് നൽകുന്നത്, അതായത് അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, തെർമൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവാൻ കാരണവും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതായത് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും അതിനുണ്ടാവുക. അപ്പം പിന്നെ പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ടൈപ്പ് ഫോഴ്സസ്, ഇപ്പം നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് വരുന്നതും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിലാണ് വരിക. പിന്നെ അപ്പം ഒരു സ്ട്രിങ് നമ്മൾ വലിച്ചു പിടിക്കണം. അപ്പോൾ ആ വലിച്ചു പിടിക്കുമ്പോൾ അതിനുള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു വലിയുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയാം. ആ ടെൻഷണൽ ഫോഴ്സ്, ആ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ സ്പ്രിങ് കംപ്രസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അതും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. അതായത് അതിനകത്തുള്ള ആ ആറ്റംസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കാരണമാണ് ആ കംപ്രസീവ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഫോഴ്സസ് വരുന്നത് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ള ഒരു ഇതിനകത്താണ്. പിന്നെ ഇപ്പം നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും തമ്മിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സാണ്. അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ്. ഇപ്പം നമ്മളൊരു രണ്ടിനും വൈഡ് ആയിട്ട് റേഞ്ച് ഉണ്ട്, പക്ഷേ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് പാത്ത് നോക്കുകയാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഇപ്പോൾ നമുക്കൊരു ഡി എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസിൽ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഈ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ രണ്ട് മാസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ 10⁻36 ടൈംസ് സ്ട്രോങ്ങർ ആയിരിക്കും ഈ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അല്ലെങ്കിൽ സെയിം ചാർജ് ആണെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ 10⁻36 ടൈംസ് ഹയർ ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോളാണ്. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ ഡസ്റ്ററിൻ്റെ കയ്യിലിങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഈ ഡസ്റ്ററിന് താഴോട്ടൊരു ഫോഴ്സ് ഉണ്ട്, അത് നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. എർത്ത് ഈ ഡസ്റ്ററിൽ താഴോട്ട് വലിക്കുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പക്ഷെ ആ ഫോഴ്സിനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പം ആ ഫോഴ്സിനെ എതിർക്കുന്ന ഒരു ഫോഴ്സാണ് നമ്മൾ ഇതിൽ ആക്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് നോർമൽ ഫോഴ്സ് എന്ന് വിളിക്കും, മുകളിലേക്കൊരു ഫോഴ്സ്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയിൻ്റെയും ഡസ്റ്ററിൻ്റെയും ഇടയിലുള്ള സർഫസിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡസ്റ്റർ കയ്യിലിരിക്കുന്നുണ്ട്, താഴോട്ട് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്ലൈ ഉണ്ട്. നേരെ മേലേക്ക് ഞാൻ
കൈ കൊണ്ട് തടുത്ത് വെച്ച് മുകളിലേക്കുള്ള ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണെങ്കിൽ താഴോട്ട് പോകണം, പക്ഷെ നമ്മൾ അതിനെ തടുത്ത് വെക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ പവർഫുൾ ആണ്. ഇനി അതല്ല, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ പവർഫുൾ എങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഡസ്റ്റർ അല്ല ചെറിയൊരു തൂവലിൻ്റെ കയ്യിൽ വെച്ചാൽ പോലും ആ ഫോഴ്സ് കാരണം എൻ്റെ കൈ ഓടിച്ചിട്ട് അത് താഴോട്ട് പോകും. അത്രയും ഡിഫറൻസ് ആണ് നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും തമ്മിലുള്ളത്.